എല്ലാവർക്കും സ്വാഗതം. പൗലോസ് അലീനയെ കാണിക്കാൻ വേണ്ടി തന്നെ മീൻ തലയും വാലും ഒക്കെ അങ്ങ് കയറ്റി വെച്ച് വെട്ടാണ് കേട്ടോ. അപ്പോൾ വിനോദ് പറയുന്നുണ്ടായിരുന്നു, പൗലോസ് ഏട്ടാ മീൻ വെട്ടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, തൂക്കം കുറഞ്ഞു പോകരുത് എന്ന്. അപ്പോൾ പൗലോസ് കളിയാക്കിക്കൊണ്ട് പറയും, ഞാനിവിടെ സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അളന്ന് വെട്ടാൻ വേണ്ടിയിട്ട്. ഇനി തലയും വാലും വെട്ടിയിട്ട് വേണം കുറച്ച് അലയത്തിലെ കുട്ടികൾക്ക് സൂപ്പ് വെച്ച് കൊടുക്കാനെന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി അലീനനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അത് കഴിഞ്ഞ് പൗലോസ് ആ തലയും വാലും വെട്ടിയത് എടുത്തിട്ട് ആ വേലക്കാരിനോട് എടുത്ത് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അപ്പോൾ വേലക്കാരി അലീന അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ എടുത്ത് കൊണ്ടുപോയിക്കൊടി കൊച്ചേ, ഞാൻ തന്നെ എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയിട്ട് ആ വേലക്കാരിയുടെ സഞ്ചിയിലേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. നീ കൊണ്ടുപോയിക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് വേലക്കാരി പോകാൻ നിൽക്കുമ്പോൾ അലീന അവിടെ നിൽക്കാൻ പറയുകയെ, എന്നിട്ട് പൗലോസിനോട് ആ സഞ്ചിയിലേക്ക് വെച്ച സാധനം തിരിച്ചെടുത്ത് വെക്കാൻ പറയും. അപ്പോൾ പൗലോസ് പറയുന്നത് സൗകര്യം ഇല്ല എന്നാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് വല്യപ്പച്ചൻ അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന്. അപ്പോൾ ഇത് ചെറിയ പ്രശ്നമാണ്, വല്യപ്പച്ചൻ ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അലീന പറയും. പൗലോസേട്ടൻ ആ സഞ്ചിയിലേക്ക് വെച്ച സാധനം തിരിച്ചെടുത്ത് വെച്ചിട്ട് ഇനി ഇവിടെ വേറെ ജോലി ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ പൗലോസേട്ടൻ്റെ പ്രായമൊന്നും നോക്കത്തില്ല എന്നൊക്കെയാണ് കേട്ടോ അലീന പറയുന്നത്. അപ്പോൾ പൗലോസ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്കിവിടെ ശമ്പളം തരുന്നത് ഒരാളുണ്ടല്ലോ, ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് പറഞ്ഞിട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വിളിച്ചു കൊണ്ടുവരണം കേട്ടോ എന്ന്. പൗലോസ് നേരെ സ്റ്റാൻലിയുടെ അടുത്തേക്കാട്ടോ ചെല്ലുന്നത്. എന്നിട്ട് സ്റ്റാൻലി എന്നോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്റ്റാൻലി അവിടെ പൗലോസ് വന്ന് നിൽക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന്. അപ്പോൾ ഇന്നൊരു സങ്കടം പറയാനുണ്ട് എന്ന് പറയും. അപ്പോൾ അടുത്തേക്ക് വാന്ന് പറയും. എന്നിട്ട് പൗലോസ് അവിടെ ചെന്നിട്ട് പ്രശ്നം പറയുകയാണ്, ഇന്നും ഇങ്ങനെ സാറിൻ്റെ മോള് അടുക്കളയിലേക്ക് കയറി വന്നു, എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല എന്നാണ് പറയുന്നത് എന്ന് പറയും. അപ്പോൾ ഞാൻ അവളോട് അടുക്കളയിൽ കയറണ്ടെന്ന് പറഞ്ഞതാണല്ലോ, എന്തായാലും ഞാൻ തന്നെ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിയും പൗലോസും പിന്നെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിനോദിനോട് വലിയപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ഇവിടെ പ്രശ്നം എന്ന്. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ മാർക്കറ്റിൽ പോയി മീൻ കൊണ്ട് വന്നു, അത്രേ അറിയത്തുള്ളൂ എന്ന് പറയും. അതിൻ്റെ ഇടയിൽ വേലക്കാരി ആ സഞ്ചിയിൽ എടുത്ത് വെച്ച മീൻ അവിടെ എടുത്ത് വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ്. പിന്നീട് സ്റ്റാൻലി വന്ന് അലീനയോട് ചോദിക്കുകയാണ്, നീ ഇന്നും എന്തിനാ അടുക്കളയിൽ വഴക്കുണ്ടാക്കിയത് എന്ന്. അപ്പോൾ ഞാൻ ആരോടും വഴക്കുണ്ടാക്കിയില്ല എന്ന് അലീന പറയൂ കേട്ടോ. അപ്പോൾ പൗലോസ് പറയുകയാണ്, എന്നെ വെറുതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്, എന്നെ ഇവിടെ ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല എന്നൊക്കെയാണ് കൊച്ചു പറയുന്നതെന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ പൗലോസ് ഏട്ടനോട് പറഞ്ഞത്, ആ വേലക്കാരിക്ക് കൊണ്ടുപോകാൻ വെട്ടിവെച്ച മീൻ അവിടെ എടുത്തു വെക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ ആ മീൻ അവിടെ നിന്ന് എടുത്ത് വെക്കുക, ഇത് വേലക്കാരിക്ക് കൊടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇത് കുറച്ച് കൂടുതലാണ്, ഇത്രയും വേണ്ടാന്ന് പറയൂ കേട്ടോ. എന്നിട്ട് ആ മീൻ അങ്ങ് എടുത്ത് വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ അത് എടുത്ത് വെക്കാൻ നിൽക്കുന്ന സമയത്ത് വല്യപ്പച്ചനും പറയുകയാണ് കേട്ടോ, അലീന പറഞ്ഞത് നീ കേട്ടില്ലേന്ന്. അപ്പോൾ പോയിട്ട് ആ കവർന്ന് ആ മീനെടുത്ത് അലീന ആ ബേസിനിലേക്ക് ഇടാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഇടും. അപ്പോൾ അലീന തന്നെ പറയുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ അത് ഇങ്ങനെ വേലക്കാരിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെട്ടിക്കൊടുത്തതാണ് എന്ന് പറയുകയും. അപ്പോൾ വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, ഇത് കൊള്ളാലോടാ, ഒരു മീനിൻ്റെ പകുതിയും അങ്ങ് വെട്ടി കൊടുത്തിട്ടുണ്ടല്ലോ, നിനക്ക് ഉണ്ട ചോറിന് നന്ദിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വല്യപ്പച്ചൻ. അത് കഴിഞ്ഞ് അലീന സ്റ്റാലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, സോറി പപ്പ, എനിക്ക് ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ പപ്പേനെ പറ്റിച്ച് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റത്തില്ല, അത് ഞാൻ ആരായാലും ചോദിക്കും, ഇനിയിപ്പോൾ പപ്പ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലെന്ന് പറഞ്ഞിട്ട് അലീന ഇവിടുന്ന് പോവേ. അത് കഴിഞ്ഞ് വല്യപ്പച്ചൻ പൗലോസിനെ വഴക്ക് പറയാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയും, മതി പൗലോസിൻ്റെ ജോലി എടുത്തോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി പോകട്ടോ. അപ്പോൾ വല്യപ്പച്ചനാണെങ്കിലും പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അലീന ആരാണെന്ന് നിനക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ, അവള് എൻ്റെ ലാലിച്ചൻ്റെ മകൾ തന്നെയാണ്, അത് നീ കുറിച്ച് വെച്ചോ എന്ന് പറഞ്ഞിട്ട് വല്യപ്പച്ചനും പോകട്ടോ. പൗലോസിന് അതൊന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് അലീനയുടെ അടുത്തേക്ക് സ്റ്റാൻലി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കും, അലീന നിന്നോട് ഞാൻ എന്താ പറഞ്ഞിരുന്നത്, നിനക്ക് ഞാൻ ഒരു തവണ വാണിംഗ് തന്നതല്ലേ, അടുക്കളയിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, പപ്പ അത് വേണ്ടതുപോലെ നോക്കാഞ്ഞിട്ടല്ലേന്ന്. അപ്പോൾ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം, നീ ഇനി ആ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്നുള്ളതാണ്. എനിക്ക് എന്നെ ആരും ധിക്കരിക്കുന്നത് ഇഷ്ടമല്ല, അതിനി എൻ്റെ അപ്പനായാൽ പോലും ഇങ്ങനെ പറയുകയാണ് കേട്ടോ, എന്നെ എല്ലാവരും അനുസരിച്ച് നിൽക്കണം, അതാണ് വേണ്ടത്, ഒരു പെൺകുട്ടിക്ക് വേണ്ടതും അതൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അനുസരണയാണ് ആദ്യം വേണ്ടത് എന്ന് പറയും. അപ്പോൾ പപ്പ അവരൊക്കെ പപ്പേനെ ചൂഷണം ചെയ്യുകയാണ്, അടുക്കളയിൽ ഇങ്ങനെയാണെങ്കിൽ തോട്ടത്തിൽ എങ്ങനെയായിരിക്കും, പപ്പ അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം, നിന്നെ ഇങ്ങനെ ഒരു അടുക്കളക്കാരിയാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തുതരാം, നിനക്ക് ലോകം ചുറ്റി സഞ്ചരിക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം, നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ ഇല്ലെങ്കിൽ അതും നമുക്ക് എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ അതും ഞാൻ നിന്നെ പഠിപ്പിക്കാം, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ എന്നോട് പറഞ്ഞാൽ മതി, നീ വെറുതെ ഇങ്ങനെ അടുക്കളക്കാരുടെ അടുത്ത് ഇങ്ങനെ വഴക്കിന് പോയി നിൻ്റെ വില കളയരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഇവിടെ ജോലി എടുക്കുന്ന പൗലോസേട്ടൻ്റെയും താഴെയാണ് പപ്പ എനിക്ക് വില ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നല്ല, നിന്നെ ഞാൻ ഒരു ക്ലബ്ബിലോ അതുപോലെ തന്നെ ടൗൺ ഹാളിലോ ഒരു ഗെറ്റ് ടുഗദർ വെച്ച് അവിടെ ഇങ്ങനെ നീ ഇങ്ങനെ എൻ്റെ മകളാണെന്ന് ഡിക്ലെയർ ചെയ്യാൻ നിൽക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അലീനയോട്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് അന്റാർട്ടിക്കയിൽ പോകണോ,
അവിടെ വേണമെങ്കിലും നിന്നെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നെ മതി, എനിക്കിപ്പോൾ അടുക്കളയിൽ കയറാനുള്ള ഒരു അത് തന്നാൽ മതി എന്നൊക്കെയാണ് കേട്ടോ അലീന പറയുന്നത്. പിന്നീടും ഇങ്ങനെ സ്റ്റാൻലി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ വെറുതെ ഇങ്ങനെ അടുക്കളയിൽ കയറി അവരോടൊന്നും ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്, അവരൊക്കെ ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരാണ്, അവരുടെ സന്തോഷം കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവർ ഇങ്ങനെ കുക്ക് ചെയ്ത് തരുന്നതിലൊക്കെ ഉപ്പ് കൂടും എരിവ് കൂടും, അപ്പോൾ അത് മര്യാദയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ സ്റ്റാൻലി അലീനയോട് ചോദിക്കുന്നത്. അപ്പോൾ അലീന തിരിച്ചു ചോദിക്കുന്നുണ്ട്, അവർ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ ഇങ്ങനെ ശമ്പളം കൊടുക്കുന്നില്ലേ, അപ്പോൾ അവരത് കൃത്യമായിട്ട് ചെയ്യണ്ടേ, അല്ലാതെ ഒരു ദേഷ്യത്തിന് വേണ്ടിയിട്ട് കറിയിൽ ഉപ്പ് കൂട്ടിയിടുകയും മുളക് കൂട്ടിയിടുകയും അതുപോലെ തന്നെ പക തീർക്കാൻ വേണ്ടിയിട്ട് കാപ്പിയിൽ തുപ്പുന്നവരെയൊന്നും നമുക്ക് വേണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത് അലീന. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, ഒരു മീനിൻ്റെ തലയും വാലും കുറച്ച് കയറ്റി വെട്ടിയത് കൊണ്ടൊന്നും സ്റ്റാൻലിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ, ഇതൊക്കെ ഇവിടെ തന്നെ കാണില്ലേ, അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇതുപോലെ നടന്നോളും എന്നാണ് കേട്ടോ സ്റ്റാൻലി പറയുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അത് പപ്പയ്ക്ക് കുറേ സ്വത്തുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്, പക്ഷേ ഈ സ്വത്തൊക്കെ ഇങ്ങനെ പപ്പയാണ് സംരക്ഷിക്കേണ്ടത്, പപ്പയ്ക്ക് ഇതിങ്ങനെ കൈമാറി കിട്ടിയതല്ലേ, ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒരുപാട് തലമുറകൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇത് ഇതുപോലെ ദൂർത്തടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അലീന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നേ സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ടായിരുന്നു, നീ ഇപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞതായിരുന്നു നീ അടുക്കളയിൽ അവരോട് വഴക്കിന് ചെല്ലരുത് എന്നുള്ളത്, എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അനുസരിക്കാതെ നീ വീണ്ടും അവരോട് വഴക്കിന് ചെന്നു, അപ്പോൾ അവരൊക്കെ എന്താ വിചാരിച്ചത്, ഇനിയിപ്പോൾ സ്റ്റാൻലി പറഞ്ഞാലും സ്റ്റാൻലിയുടെ മകൾ അതനുസരിക്കില്ല എന്നല്ലേ അവരൊക്കെ വിചാരിച്ച് വെച്ചിട്ടുള്ളത്, അപ്പോൾ ഞാൻ ആരായി അവരുടെ മുന്നിൽ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ സ്റ്റാൻലി ആണെങ്കിലും അലീനയോട്. അപ്പോൾ അലീനയ്ക്കും ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട്. അലീന പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ എന്നെയും കൂടെ ഒരു പട്ടിക്കൂട്ടിലേക്ക് ഇട്ടേക്ക് പപ്പ, ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നീട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അത് കഴിഞ്ഞ് അലീന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പപ്പ ഒരു മാസത്തേക്ക് ഈ വീട്ടിലെ കാര്യങ്ങൾ എന്നെ ഒന്ന് ഏൽപ്പിച്ച് നോക്ക്, അപ്പോൾ പപ്പയ്ക്ക് അറിയാം അതിൻ്റെ വ്യത്യാസം, ഇങ്ങനെ പപ്പയുടെ ജോലിക്കാർ ചെയ്തിരുന്നപ്പോഴും ഉണ്ടായിരുന്ന ആ കണക്കും ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ കണക്കും തട്ടിക്കിഴിച്ച് നമുക്ക് നോക്കാം, അപ്പോൾ കൂടുതൽ വരുന്ന പൈസ പപ്പ എനിക്ക് തന്നോ, അതാവുമ്പോൾ എനിക്കൊരു വരുമാനം ആവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴേ സ്റ്റാൻലി ചിരിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അലീനയോട്, നിനക്ക് എത്ര പണമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരാം, 1 ലക്ഷം വേണോ, 2 ലക്ഷം വേണോ, 5 ലക്ഷം വേണോ, നീ എത്രയാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞാനത് തരാമെന്ന് പറയൂട്ടോ ചിരിച്ചുകൊണ്ട്. അലീന പറയാണ്, എനിക്ക് പപ്പയുടെ ഒരു പൈസ പോലും ഇങ്ങനെ വെറുതെ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാൻലി ഇങ്ങനെ അലീനേനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, നീ ഇങ്ങനെ നിൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ മതി, അതൊക്കെ അതുപോലെ നടന്നോളും, പഴയ പോലെ നടന്നോളും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അലീനയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അലീന പറയുന്നുണ്ടായിരുന്നു, പപ്പയ്ക്ക് ഈ സ്വത്തെല്ലാം കൈമാറി കിട്ടിയതാണല്ലോ, ഇനിയും ഇത് ഒരുപാട് തലമുറകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അപ്പോൾ പപ്പയാണ് ഇതെല്ലാം ഇങ്ങനെ സംരക്ഷിക്കേണ്ടത്, അത് ബാക്കിയുള്ളവർ ദൂർത്തടിച്ചും കളഞ്ഞ് ഇങ്ങനെ ഇതാക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴും സ്റ്റാൻലിക്ക് അതൊന്നും വലുതായിട്ടൊന്നും കയറുന്നില്ല കേട്ടോ തലയിലേക്ക്. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, നീ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ഞാനിങ്ങനെ ഒരുപാട് വിഭവങ്ങളുള്ള ഊണുമേശയിൽ ഇരുന്നാണ് ഭക്ഷണം കഴിച്ച് ശീലിച്ചിട്ടുള്ളത്, അതിലിങ്ങനെ എത്ര കഴിക്കുന്നു എത്ര മിച്ചം വരുന്നു എന്നൊന്നും ഞാൻ നോക്കാറില്ല, അതിൻ്റെ കണക്കൊന്നും ഞാൻ നോക്കാറില്ല, അത് ഇങ്ങനെ ആലോചിച്ച് തല പുകയ്ക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് സങ്കടമാവുന്നുണ്ട്. അലീന ഇങ്ങനെ സങ്കടത്തോടുകൂടി സ്റ്റാൻലിനോട് പറയും, പപ്പ ഇത്രയും പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, പപ്പ ഇവിടെ ഇങ്ങനെ ഒരുപാട് വിഭവങ്ങളുള്ള ഊണുമേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അതിങ്ങനെ മിച്ചം കളയുന്ന സമയത്ത് എച്ചിലെങ്കിലും കിട്ടിയാലെന്ന് വിചാരിച്ച് ഇങ്ങനെ കഴക്കൂട്ടത്തെ ഓർഫനേജിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു, സ്റ്റാൻലി പപ്പയുടെ മകൾ അലീന എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേ സ്റ്റാൻലിക്ക് വിഷമമായി. പിന്നീട് അതുപോലെ അലീന പറയുന്നുണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് സ്റ്റാൻലി പപ്പമാരുടെ മക്കൾ അവിടെ ഇപ്പോഴും ഓർഫനേജിലുണ്ട്, ഒരുപാട് അലീനമാർ എന്നിങ്ങനെ പറയൂട്ടോ ഭയങ്കര സങ്കടത്തോടു കൂടി. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ആകെ വിഷമം വന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്, മനു കടപ്പാട്ടൂരിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മനു അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അമ്മ അച്ഛനെ കോലിട്ട് കിള്ളി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും, അതിൻ്റെ ക്ഷീണം ഒരാഴ്ചത്തേക്ക് കാണും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അലീനയുടെ എന്തോ കാര്യം വൈജയനോട് പറയുമ്പോൾ അവളെ ഞാൻ മറക്കത്തില്ല, എൻ്റെ ജീവിതം ചവിട്ടി മെതിച്ചിട്ട് പോയവളാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്തോ മനു വൈജയന്തിയുടെ പാസ്റ്റിലെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ പാസ്റ്റിന് എന്തോ പറ്റി, നീ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനുവിനോട്. പിന്നീട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മനു. ബാലചന്ദ്രനാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിലൊരു ബോംബുണ്ട്, അത് പൊട്ടിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്.